സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്തത് കേരളത്തിൽ നിന്ന് എങ്ങനെ എളുപ്പത്തിൽ അജ്മീറിലേക്ക് ഒരൊറ്റ വണ്ടി ഉപയോഗിച്ചുകൊണ്ട് പോകാമെന്നതിനെ കുറിച്ചായിരുന്നു. അതിൽ ഒരുപാട് ആൾക്കാർക്ക് ഡൗട്ടുകളുണ്ട്. അഥവാ അതിന് ടിക്കറ്റ് കിട്ടുമോ എന്നതിനെക്കുറിച്ചൊക്കെ വലിയ ഡൗട്ടുകളുള്ള ഒരു വീഡിയോ ആയിരുന്നു. എന്നാൽ കേരളത്തിൽ നിന്നും കണക്ഷൻ പിടിച്ച് അഥവാ 2 ട്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അജ്മീറിലേക്ക് എളുപ്പം എത്തിച്ചേരാമെന്നതിനെക്കുറിച്ചുള്ള ഒരു വിശദമായ വീഡിയോ ആണ് ഇത്. കേരളത്തിൽ നിന്നും എല്ലാ ദിവസവും വ്യത്യസ്ത ട്രെയിനുകളായിട്ട് അഹമ്മദാബാദിലേക്ക് സർവീസ് നടത്തുന്നുണ്ട്. കേരളത്തിൽ നിന്ന് എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 12:10 19-259 എന്ന നമ്പറിൽ ഇപ്പോഴത്തെ തിരുവനന്തപുരം നോർത്ത് അഥവാ പഴയ കൊച്ചുവേളിയിൽ നിന്നും ഭാവനഗർ എന്ന സ്ഥലത്തേക്ക്, അഥവാ ഗുജറാത്തിലെ സ്ഥലമാണ്, അവിടത്തേക്ക് സർവീസ് നടത്തുന്ന ഒരു ട്രെയിനുണ്ട്. അത് 30 മണിക്കൂറും 30 മിനിറ്റും എടുത്തുകൊണ്ട് രണ്ടാമത്തെ ദിവസം അഥവാ വെള്ളിയാഴ്ച കയറി ശനിയും കഴിഞ്ഞ് ഞായറാഴ്ച രാവിലെ 6:40 ആകുമ്പോഴേക്കും അഹമ്മദാബാദ് എത്തിച്ചേരുന്നതാണ്. അതുപോലെ തന്നെ ഇതേ സമയത്ത് ബുധനാഴ്ചയും ശനിയാഴ്ചയും വ്യാഴാഴ്ചയും ചൊവ്വാഴ്ചയും ഒക്കെ സർവീസ് നടത്തുന്നുണ്ട്. അഥവാ വ്യാഴാഴ്ചയും ശനിയാഴ്ചയും ഓക്ക എറണാകുളം ഓക്ക എക്സ്പ്രസ്സും, അതുപോലെ തന്നെ ബുധനാഴ്ച ഗാന്ധിധാം വീക്ക്ലി എക്സ്പ്രസ്സും ചൊവ്വാഴ്ച വെരാവൽ എക്സ്പ്രസ്സും സർവീസ് നടത്തുന്നുണ്ട്. അതേപോലെ തന്നെ ഇതേ സമയത്ത് തന്നെ മറ്റൊരു വണ്ടിയാണ് 16312 ശ്രീധപുരം നോർത്തിൽ നിന്നും ശ്രീഗംഗാനഗറിലേക്ക് പോകുന്ന എക്സ്പ്രസ്. അങ്ങനെ 5ഓളം വണ്ടികൾ ഒരേ സമയത്ത് തന്നെ സർവീസ് നടത്തുന്നുണ്ട്. ഇതൊക്കെ എത്തുന്ന സമയം രാവിലെ 6:40 ഇനി അവിടുന്ന് അങ്ങോട്ടുള്ള വണ്ടിയുടെ നമുക്ക് പറയാം. അതിന് തൊട്ട് മുമ്പായിട്ട് ഇനി കേരളത്തിൽ നിന്ന് അഥവാ അഹമ്മദാബാദിലേക്ക് സർവീസ് നടത്തുന്ന മറ്റു വണ്ടികളുടെ ഡീറ്റെയിൽസ് കൂടി പറയാം. 22-476 ഹിസാർ AC സൂപ്പർ ഫാസ്റ്റ്. അത് എല്ലാ ശനിയാഴ്ചയും 6:25 യാത്ര തുടങ്ങി കോഴിക്കോട് നിന്ന് 6:25 ശനിയും കഴിഞ്ഞ് ശനിയും കഴിഞ്ഞ് ഞായറാഴ്ച രാത്രി 9:30 ആകുമ്പോഴേക്കും അഹമ്മദാബാദ് എത്തിച്ചേരുന്നതാണ്. അതുപോലെ തന്നെ 20-923 പ്രീമിയം ട്രെയിനായ ഗാന്ധിധാം ഹംസഫർ എക്സ്പ്രസ്. അതും ഇതേ സമയത്ത് 6:25 കോഴിക്കോട് നിന്ന് അത് പുറപ്പെടുന്നത് വ്യാഴാഴ്ചയാണ്. വെള്ളിയാഴ്ച രാത്രി 9:35 ആകുമ്പോഴേക്കും അഹമ്മദാബാദ് എത്തിച്ചേരുന്നതാണ്. ഇനി അതേപോലെ തന്നെ ഇതേ സമയത്ത് തന്നെ സർവീസ് നടത്തുന്ന വണ്ടിയാണ് 20-909 പോർബന്ദർ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സും. അത് സർവീസ് നടത്തുന്നത് ഞായറാഴ്ചയാണ്. അതുപോലെ തന്നെ 19-577 ജാംനഗർ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സും. അത് സർവീസ് നടത്തുന്നത് തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും മാത്രമാണ്. ഈ ട്രെയിനൊക്കെ പോയാൽ നമുക്ക് അഹമ്മദാബാദിൽ എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. ഇനി അഹമ്മദാബാദിൽ നിന്ന് എങ്ങനെ അജ്മീറിലേക്ക് എത്തിച്ചേരാം? അഹമ്മദാബാദിൽ നിന്നും അജ്മീറിലേക്ക് എല്ലാ ബുധനാഴ്ചയും ശനിയാഴ്ചയും രാവിലെ 9:35 പുറപ്പെടുന്ന 20-823 പുരി അജ്മീർ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്. അത് രാവിലെ 9:35 പുറപ്പെട്ടാൽ വൈകുന്നേരം 6:40 ആകുമ്പോഴേക്കും അഹമ്മദാബാദ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരുന്നതാണ്. അങ്ങനെ അതിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഗാന്ധിധാം ഹംസഫർ എക്സ്പ്രസ്സും അതുപോലെ തന്നെ ഹിസാർ AC സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സും രണ്ടും എത്തിച്ചേരുന്നത് രാത്രി 9:30. എന്നാൽ അവിടെ നിന്ന് അജ്മീറിലേക്ക് എല്ലാ ബുധനാഴ്ചയും രാത്രി 9:35 ഡൽഹി സരാരോഹിലയിലേക്ക് പോകുന്ന സൂപ്പർ ഫാസ്റ്റ്. അത് രാവിലെ 5:30 ആകുമ്പോഴേക്കും അജ്മീർ എത്തിച്ചേരുന്നതാണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോർബന്ദർ സൂപ്പർ ഫാസ്റ്റും ജാംനഗർ സൂപ്പർ ഫാസ്റ്റും
ഈ 2 വണ്ടികൾ അഥവാ ഞായറാഴ്ചയും തിങ്കളും ചൊവ്വ ഈ 3 ദിവസം കേരളത്തിൽ നിന്ന് പുറപ്പെടുന്ന വണ്ടികൾ. ഈ വണ്ടികൾ അജ്മീർ സൂപ്പർ ഫാസ്റ്റ് അതിനൊരു കണക്ഷൻ വണ്ടിയാണ്. അഥവാ എല്ലാ ദിവസവും ഇത് എത്തിച്ചേരുന്നത് 10:35 എല്ലാ തിങ്കൾ വ്യാഴം ശനി എന്നീ ദിവസങ്ങളിൽ രാത്രി 10:55 അഹമ്മദാബാദിൽ നിന്ന് പുറപ്പെട്ട് പിറ്റേ ദിവസം രാവിലെ 7:25 അജ്മീർ എത്തിച്ചേരുന്ന അജ്മീർ സൂപ്പർ ഫാസ്റ്റ് അഥവാ ഇതിൻ്റെ നമ്പർ 12989. ഇനി അഹമ്മദാബാദിൻ്റെ അടുത്തുള്ള സ്റ്റേഷനായ അസ്രവ, പ്രൊണൗൺസിയേഷൻ ചിലപ്പോൾ തെറ്റായിരിക്കാം, ഞാൻ എന്തായാലും ഇവിടെ എഴുതി കൊടുക്കാം. അസ്രവ എന്ന സ്ഥലത്ത് നിന്നും എല്ലാ ദിവസവും രാത്രി അഥവാ അഹമ്മദാബാദ് കുറച്ചൊക്കെ കറങ്ങി അവിടെ നിന്ന് രാത്രി 12:982 ജയ്പൂർ സൂപ്പർ ഫാസ്റ്റ് എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് അവിടെ നിന്ന് പുറപ്പെട്ടാൽ പിറ്റേ ദിവസം രാവിലെ 5:05 ആകുമ്പോഴേക്കും ഇവിടെ അജ്മീർ എത്തിച്ചേരുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അടുത്തുള്ള സ്റ്റേഷനായ സമർബതി ബീജി, ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അജ്മീറിലേക്ക് ട്രെയിൻ സർവീസ് ഉണ്ട്. അഥവാ 19:031 യോഗ എക്സ്പ്രസ്. ആ ട്രെയിൻ എല്ലാ ദിവസവും രാവിലെ 11:25 പുറപ്പെട്ടാൽ രാത്രി 8:25 ആകുമ്പോഴേക്കും അജ്മീർ എത്തിച്ചേരുന്നതാണ്. അതുപോലെ തന്നെ എല്ലാ തിങ്കൾ, ഞായർ, ബുധൻ, വ്യാഴം എന്നീ ദിവസങ്ങളിൽ 12:548 ആഗ്ര കണ്ടോൺമെൻറ്റ് സൂപ്പർ ഫാസ്റ്റ്. അത് വൈകുന്നേരം 4:55 പുറപ്പെട്ട രാത്രി 12:40 അജ്മീർ എത്തിച്ചേരുന്നതാണ്. ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും നമ്മുടെ യാത്രകളിൽ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുക, അതൊക്കെ നമ്മൾ സഹിച്ചുകൊണ്ട് നമ്മൾ ഖാജ തങ്ങളുടെ അടുക്കലേക്ക് പോകുമ്പോൾ നമുക്കതിൽ നല്ല മദത് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ എല്ലാ വ്യാഴാഴ്ചയും സമർബതിയിൽ നിന്ന് 20:963 വാരണാസി സൂപ്പർ ഫാസ്റ്റ് എന്ന ട്രെയിനും സർവീസ് നടത്തുന്നുണ്ട്. അത് രാത്രി 10:55 പുറപ്പെട്ടാൽ രാവിലെ 6:15 എത്തിച്ചേരുന്നതാണ്. ഇങ്ങനെ നമുക്ക് കേരളത്തിൽ നിന്ന് സിമ്പിളായിട്ട് അജ്മീറേക്ക് പോകാവുന്നതാണ്. എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞ 2 വണ്ടികൾ അഥവാ കേരളത്തിൽ നിന്ന് എല്ലാ ഞായറാഴ്ചയും രാത്രി 12:15 പുറപ്പെടുന്ന ശ്രീഗംഗാനഗർ എക്സ്പ്രസ്സും അതുപോലെ തന്നെ എല്ലാ ശനിയാഴ്ചയും 6:25 പുറപ്പെടുന്ന ഹിസാർ AC സൂപ്പർ ഫാസ്റ്റും. ഈ 2 വണ്ടികൾക്കും അഹമ്മദാബാദ് കഴിഞ്ഞതിന് ശേഷമുള്ള മർവാർ എന്ന സ്ഥലത്ത് സ്റ്റോപ്പുണ്ട്. ഇവിടെ നിന്നും മറ്റൊരു വണ്ടി കണക്ഷൻ ലഭിക്കുന്നതാണ്. അഥവാ ശ്രീഗംഗാനഗർ എക്സ്പ്രസ് അഥവാ 16312. ഈ വണ്ടി പിന്നെ എല്ലാ ശനിയാഴ്ചയും സർവീസ് നടത്തുന്ന വണ്ടിയാണ്. ഈ വണ്ടി രണ്ടാമത്തെ ദിവസം ഉച്ചക്ക് 1:25 മറുവാറിൽ എത്തിച്ചേരുന്നതാണ്. അവിടുന്ന് അതിന് കണക്ഷനായിട്ടുള്ളത് 19736 ജയ്പൂർ എക്സ്പ്രസ്സാണ്. ഇത് എല്ലാ ദിവസവും 2:30 മറുവാറിൽ നിന്ന് പുറപ്പെട്ട് 6:20 ആകുമ്പോഴേക്കും അജ്മീർ എത്തിച്ചേരുന്നതാണ്. ഇനി ഹിസാർ AC സൂപ്പർ ഫാസ്റ്റിന് വന്നാൽ ഒരു കണക്ഷൻ വണ്ടി, അത് എത്തിച്ചേരുന്നത് 3:25 പുലർച്ച. അവിടെ നിന്ന് നമുക്ക് നേരെ അജ്മീറിലേക്ക് കണക്ഷനായിട്ടുള്ളത് 14322 14322 14312 ആല ഹസ്രത്ത് എക്സ്പ്രസ്. ഈ 2 നമ്പറും അറിയപ്പെടുന്നത് ആല ഹസ്രത്ത് എക്സ്പ്രസ്സിനെയാണ്. അത് പുലർച്ചെ 3:35 പുറപ്പെട്ടാൽ 6 മണിയാകുമ്പോഴേക്കും നമുക്ക് അജ്മീർ എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ നമുക്ക് കേരളത്തിൽ നിന്ന് സിമ്പിളായിട്ട് അജ്മീറിലേക്ക് പോകാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്ത വീഡിയോ വരാൻ പോകുന്നത് കേരളത്തിൽ നിന്ന് ഡൽഹി പോയിട്ട് അവിടെ നിന്ന് എങ്ങനെ അജ്മീറിലേക്ക് പോകാം എന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ വീഡിയോ കാണാത്തവരാണെങ്കിൽ അതും കൂടി കാണുക. ഇനി അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി ഈ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ചെയ്താൽ നിങ്ങൾക്ക് അടുത്ത വീഡിയോ കൂടി ലഭിക്കുന്നതാണ്.